രാവിലെ തന്നെ ചായയും കുടിച്ച് നമ്മളെ പരിപാടിക്ക് ഇറങ്ങുകയാണ്. ഇത് പുറത്ത് നല്ല മഴയാണ്. ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. നല്ല തിരക്കാണ്. കുറച്ചു നേരത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ സംഭവങ്ങൾ കംപ്ലീറ്റ് കയ്യിലെത്തിയിട്ടുണ്ട്. ഈ കവറുള്ള ഇഞ്ചക്ഷൻ മുഴുവൻ എനിക്കുള്ളതാണ് കേട്ടോ. ഒറ്റ ദിവസത്തിനല്ല 5 ദിവസത്തിനുള്ളതാണ്. ആന്റിബയോട്ടിക് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഗ്ലൂക്കോസും കൂടിയിട്ടുള്ളതാണല്ലോ. നേരം വൈകിയത് കൊണ്ട് ഇന്ന് ഒരെണ്ണേ വെക്കാൻ പറ്റിയിട്ടുള്ളൂ. ഒന്ന് വീതം 2 നേരം എന്ന് പറയണ പോലെ 2 സമയത്തുണ്ട് കേട്ടോ. രാവിലെയും വൈകിട്ടുണ്ട്. ഇന്ന് നമുക്ക് ജൂബിലിയിൽ വന്നിട്ട് ഇഞ്ചക്ഷൻ എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതെല്ലാം വാരിക്കൂട്ടി ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ്. നമുക്ക് നമ്മളെ വീട്ടിന്റെ അടുത്തുള്ള ഏതെങ്കിലും ഹോസ്പിറ്റലിൽ നിന്ന് വെച്ചാൽ മതി എന്ന് വിചാരിച്ചിട്ട് രാവിലെ പോയതാണെങ്കിലും ഡോക്ടറെ കണ്ട് ഇഞ്ചക്ഷനൊക്കെ എടുത്ത് ടെസ്റ്റ് ഡോസൊക്കെ കഴിയുമ്പോഴത്തേനും ഏകദേശം ഒരു 3 മണിയായിട്ടുണ്ട്. കൂടെയുള്ള ആളുടെ ഏട്ടൻ ഇവിടെ തന്നെ ഉണ്ട്. അച്ഛതായതുകൊണ്ടാണ് തോന്നുന്നു ഏകദേശം ഒരുപാട് സമയം എടുത്തിട്ടാണ് കേട്ടോ ഇതൊന്ന് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയത്. അഡ്മിറ്റ് ആവാത്തത് കൊണ്ട് തന്നെ ഇത് ഹോസ്പിറ്റലിന്റെ കാഷ്വാലിറ്റി ആണ്. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് വീട്ടിൽ പോകാൻ. അതിനുള്ള ഒരു വെയിറ്റിംഗിലാണ് ഇവിടെ ആള്. അങ്ങനെ ഇന്ന് മുതൽ 5 ദിവസത്തേക്ക് ഇതാണ് ഇനി സ്ഥിരമായിട്ടുള്ള പരിപാടി. നമുക്ക് രാവിലെയും വൈകിട്ടും ഹോസ്പിറ്റലിൽ പോകണം. ഇപ്പൊ ഇതെല്ലാം കഴിഞ്ഞിനി വീട്ടിലേക്ക് പോകാൻ കേട്ടോ. ബൈ.